ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്കൊരു വ്ളോഗ് നോക്കാം. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ എനിക്കിന്ന് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അങ്ങനെ ഉച്ചവരെ ഓഫീസിലായിരുന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ലുലു പോകാനുണ്ടായി, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ മീറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം മെട്രോയിലൊക്കെ കയറി നേരെ ലുലുവിലെ മെട്രോ സ്റ്റേഷനിലെത്തി. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, കുടിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ ഈ ഒരു ഫ്രഷ് ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി കുടിച്ചു, കാരണം വേറൊന്നും ഉണ്ടായില്ല പരിസരത്ത്. അപ്പോൾ അത് കുടിച്ചിട്ട് കയറാമെന്ന് എഴുതി. അങ്ങനെ അത് കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ, ആഡഡ് ആയിട്ടുള്ള വാട്ടർ ഒന്നും ഇല്ലാണ്ട്. പെർ ഗ്ലാസ്സിന് 80 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ അത് കുടിച്ചു. എന്നിട്ട് നേരെ ലുലുവിലേക്ക് കയറുകയാണ്. ഇന്ന് പോയതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ലുലുവിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 days ആയിട്ട് 50% ഓഫറുണ്ട്. അപ്പോൾ എനിക്ക് മീൻസ് വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കാര്യമുള്ളൂ, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലും ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്റ്റ്, ഈ 3 സ്ഥലത്ത് എന്താ പറയുക, നമുക്ക് അത്രയ്ക്ക് തിരക്കായിരുന്നു. ഭയങ്കര ഇറിറ്റേഷനും ആയിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിൽ ഒക്കെ പോകാനായിട്ടുണ്ടായി. മെയിൻലി ഞങ്ങൾക്ക് ലുലു ഫാഷൻ സ്റ്റോറിലാണ് കയറേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ കണക്റ്റിലേക്കാണ് പോയത്. അവിടെ നിന്ന് 1-2 ഐറ്റംസ് നോക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, എന്താ പറയുക, ഫോണും അതുപോലെ തന്നെ വാച്ചൊക്കെ നോക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ ഫാഷൻ സ്റ്റോറിലേക്കാണ് വിട്ടത്. അവിടെയാണെങ്കിൽ അത്രയ്ക്ക് ജനങ്ങളായിരുന്നു. എന്താ പറയുക, ഉച്ച സമയത്ത് വരെ ഇത്രയ്ക്ക് തിരക്ക്. അപ്പം എന്താ പറയുക, പില്ലോ സംഭവങ്ങളൊക്കെ നോക്കാനുണ്ടായി, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ. നല്ല വിലക്കുറവുണ്ടായിട്ട്, എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ടായി. അത്യാവശ്യം നല്ല റേറ്റിന് ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കും. അപ്പം കുറേ അധികം സാധനങ്ങൾ വാങ്ങിയായിരുന്നു. കുറച്ച് എന്താ പറയുക, ഒരു അരമണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ബില്ലിങ്ങിലേക്ക് എത്താൻ പറ്റിയത്. ബില്ലിങ്ങിലെത്തിയിട്ടാണെങ്കിൽ നമുക്ക് ലുലു എന്താ പറയുക, ഫാഷൻ സ്റ്റോറിലൊക്കെ എല്ലാ സ്റ്റോറിലും പേപ്പർ ബാഗ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പില്ലോസും അതുപോലെ തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ പേപ്പർ ബാഗിൽ അത് ഒതുങ്ങുന്നുണ്ടായില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത് പിടിച്ചൊന്ന് നടക്കുക എന്നുള്ളത്. അങ്ങനെ നേരെ ഞങ്ങൾ സാധാ ലിഫ്റ്റിൽ തിരക്കായത് കാരണം മറ്റേ ഫയർ എക്സിറ്റിൻ്റെ ഉള്ളിലൊരു ലിഫ്റ്റ് ഉണ്ടാവില്ലേ, അതുവഴിയാണ് ഈ ട്രോളി ആയിട്ട് വന്നവരൊക്കെ കയറിപ്പോയത്. അങ്ങനെ അതിൽ കയറി നേരെ ഹൈപ്പറിലേക്കാണ് പോയത്, കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. ഈ ലുലു ഫാഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ടൈമായിട്ടുണ്ടായി. നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് കുബൂസും അതുപോലെ തന്നെ അൽഫാമൊക്കെ വാങ്ങിയായിരുന്നു. ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ലുലുവിൽ വന്നത് വല്ലപ്പോഴും, പക്ഷേ വരുമ്പോൾ ഈ ഐറ്റം വാങ്ങാറുണ്ട്. അപ്പോൾ അത് മാത്രം വാങ്ങാനായിട്ടാണ് ഇതിൽ കയറിയത്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പെട്ട പാട് ഒന്നൊന്നേ പാടായിരുന്നു, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. മീൻസ് ഞാൻ ഈ ഓഫറുള്ള ടൈമിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മളെ തള്ളിയിട്ടിട്ടൊക്കെ ആൾക്കാർ പോണത്. അപ്പം അങ്ങനെ അത് വാങ്ങിയിട്ട് പിന്നെ ഈ ഒരു ഐറ്റം എടുത്തോട്ട് കോംബോ മറ്റേ ബ്രോസ്റ്റഡ് ഇല്ലേ, അതും എടുത്തായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ബില്ലിങ് എല്ലാം ഓൾമോസ്റ്റ് നല്ല തിങ്ങി ഞെരുങ്ങിയാണ് നിൽക്കണേ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നിന്നായിരുന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, കാരണം എല്ലാവരും ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓഫറുള്ളത് കൊണ്ട് തന്നെ. അത് കാരണം ബില്ലടിക്കാൻ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മെട്രോക്ക് പോകാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ കുറച്ചധികം സാധനങ്ങളുള്ള കാരണം മെട്രോയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ്. അവിടെ ആയത് കാരണം ഞങ്ങൾ ഊബറിന് പോകാമെന്ന് കരുതി. അങ്ങനെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഊബർ കിട്ടാൻ നല്ല പാടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ഒരു ഈവനിങ് രാത്രി ആവാറായിട്ടുണ്ടായി. അങ്ങനെ ഫൈനലി കിട്ടി. കാറ് കിട്ടിയില്ല, അത് കാരണം ഓട്ടോ തന്നെ ഞങ്ങൾ എടുത്തു. ഓട്ടോ എടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് പോണത്.
നല്ലോണം ടയേർഡായിട്ടുണ്ടായി. കാരണം ആകെ ആ ഒരു ഷുഗർ കെയിൻ ജ്യൂസിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. റോട്ടിലും നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായി. വീട്ടിലെത്തിയപ്പോൾ ഈ ഒരു ഗോലി സോഡ അങ്ങനെയല്ലേ ഇതിനെ പറയണത്, അതുണ്ടായി. പിന്നെ ഇതൊക്കെയാണ് വാങ്ങിയത് അവിടെ നിന്ന് ഫുഡായിട്ട്. ഞാൻ കാണിച്ചെന്നില്ലായിരുന്നു. പിന്നെ ഈ ഐറ്റംസ് എടുത്തിട്ടുണ്ടാകുന്നുണ്ട്, ഫ്രൂട്ടിയും കോളയും. അതൊക്കെ ഓഫറിലുണ്ടായതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. സോ ഇതായിരുന്നു എൻ്റെ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗ് എന്ന് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലുലുവിൽ നാളെ കൂടി ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലുലു പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും പോയി നോക്കുക. സോ എല്ലാവർക്കും ബൈ.